അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സന്തോഷകരമായ ഒരു സമയത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. 23ാമത് പ്രോഫ്കോൺ ഏറെ വൈവിധ്യങ്ങളോടുകൂടെ 7 വേദികളിൽ സമാന്തരമായി മുന്നോട്ട് പോയി അതിൻ്റെ സമാപന സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ 23 വർഷം പ്രോഫ്കോൺ അതിൻ്റെ യാത്ര പിന്നിടുമ്പോൾ 23 വർഷം മുമ്പ് ഉണ്ടായ ഒരു സാഹചര്യത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പ്രോഫ്കോൺ ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെട്ട് കാണും. എന്താണ് കഴിഞ്ഞ 23 വർഷം പ്രോഫ്കോൺ നിർവഹിച്ച ദൗത്യമെന്നുള്ളത്. കേരളത്തിന് പുറത്തുമുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമമായി പ്രോഫ്കോൺ മാറിയെങ്കിൽ 23 വർഷം മുമ്പ് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ, ഏറ്റവും പ്രതീക്ഷയർപ്പിച്ച് സമൂഹം അവരുടെ മക്കളെ പ്രൊഫഷണൽ കലാലയങ്ങളിലേക്ക് കൊണ്ടാക്കുകയും എന്നാൽ അതിനനുസരിച്ചുള്ള ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു വളർച്ചയോ അവിടെ നിന്ന് ദിശ തെറ്റി സഞ്ചരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറിയപ്പോഴാണ് പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടാകുന്നതും 23 വർഷം മുമ്പ് പ്രോഫ്കോൺ ജന്മമെടുക്കുകയും ചെയ്തത്. ഇന്നത്തെ ക്യാമ്പസിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ 3 ദിവസങ്ങൾ ചർച്ച ചെയ്തു. അതിൽ നിന്നും വ്യത്യസ്തമായ, അതിനേക്കാൾ മോശമെന്ന് പറയാവുന്ന, അതല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെയാണ് സമകാലിക ക്യാമ്പസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ പ്രോഫ്കോണിൻ്റെ ദൗത്യം, പ്രോഫ്കോൺ പോലെയുള്ള പ്രവർത്തനങ്ങളുടെയും ദൗത്യം ഏറെ വിലപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എല്ലാവരുടെയും സംസാരങ്ങളിലും പൊതു ചർച്ചകളിലുമൊക്കെയുള്ളത് നമ്മെക്കുറിച്ചുള്ള ആശങ്കകളാണ്. പുതിയ ഒരു ജനറേഷനെക്കുറിച്ചുള്ള ഒരുപാട് ആശങ്കകൾ അവരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾക്ക് അഡിക്റ്റായി സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത, ഒന്നിനും ഒരു സീരിയസ്നെസ് കാണിക്കാത്ത, എല്ലാം നെവർ മൈൻഡായി കാണുന്ന ഒരു പുതിയ തലമുറയാണ് വളർന്നു വരുന്നത് എന്ന ആശങ്കകളാണ് പലപ്പോഴും പല ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. കേവലം ആശങ്കകൾ പറഞ്ഞ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിനപ്പുറം അതിനുള്ള പരിഹാരങ്ങളാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നാം നടപ്പാക്കുന്നത്. ഒരു വിഷയത്തിൽ നമ്മൾ കുറേ കൂടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥികളാണ്. പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സെഷനുകൾ ഇവിടെ ചർച്ച നടന്നു. നേരത്തെ നടന്ന സംസാരത്തിൽ പഠനരംഗത്ത് ഏറ്റവും മികവ് പുലർത്തണമെന്നും അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തണമെന്നുമൊക്കെ ഉള്ള മെസ്സേജുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ ജീവിക്കുന്ന, അതിൻ്റെ ഓരോ പൾസും അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ക്യാമ്പസിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ പാരൻസ് നമ്മളെ ആ ക്യാമ്പസിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നാം കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠനത്തെ സീരിയസ് ആയി കാണാത്ത ഒരു സാഹചര്യം ക്യാമ്പസുകളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വിശിഷ്യ എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള ടെക്നിക്കൽ ക്യാമ്പസുകളിൽ അവിടെ നമ്മൾ കൂടുതൽ പ്രോഫ്കോണിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഉത്ബോധനങ്ങൾക്കൊപ്പം തന്നെ അത് ചില മാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് പഠനരംഗത്തും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നമ്മളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മുടെ പാരൻസ് നമ്മളവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്. 4 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് എൻ്റെ മകൻ ഒരു ജോലിക്ക് പ്രാപ്തനായി മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഇവിടെ ഇരിക്കുന്ന 99% വിദ്യാർത്ഥികളുടെയും പാരൻസ് എന്ന് പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ കൂടിയിട്ട് അത് ചെലവാക്കാൻ ഒരു മാർഗമെന്ന നിലക്ക് നമ്മെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചവരല്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിക്കാത്ത ഒരു അവസരം, അവരുടെ കാലത്ത് അവർക്ക് പഠിക്കുവാൻ അത്തരമൊരു അവസരം ഉണ്ടായില്ല, അത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അതിലൂടെ സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ ജോലിയും കരിയറും സ്വപ്നം കണ്ടുകൊണ്ട് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ പാരൻസ് പറഞ്ഞയക്കുന്നത്. പാരൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു തലം കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കണം. അതുകൊണ്ട് പഠനമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ കോഴ്സ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പഠനരംഗത്ത് പരീക്ഷകളെയും പഠനത്തെയും സീരിയസ് ആയി കാണുന്ന,
പല കുട്ടികളും പരീക്ഷയെപ്പോലും യൂണിവേഴ്സിറ്റി പരീക്ഷകളെ പോലും വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ള ക്യാമ്പസിൽ. ഇന്ന് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ അത് നമുക്ക് അടുത്ത ചാൻസിൽ എഴുതാം, അല്ലെങ്കിൽ അതിപ്പോൾ പോട്ടെ വേണ്ടത്ര പഠിച്ചിട്ടില്ല അടുത്ത ചാൻസിൽ എഴുതാം, ഇനിയുമുണ്ടല്ലോ അവസരം. ഈ 4 വർഷം ക്യാമ്പസ് ലൈഫ് ഒന്ന് അടിച്ചു പൊളിച്ച് അടുത്ത 4 വർഷം പരീക്ഷ എഴുതാനായിട്ട് മാറ്റിവെക്കുന്ന, അതല്ലെങ്കിൽ ഇന്നത്തെ ക്യാമ്പ് റിസൾട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ശതമാനം വിദ്യാർത്ഥികൾ ആ നിലക്ക് സമയത്തെ ഉപയോഗപ്പെടുത്താതെ പോകുന്നുണ്ട്. പ്രോഫ്കോണിൽ പങ്കെടുത്ത പ്രതിനിധികൾ അങ്ങനെയാവരുത് എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സമയത്ത് അത് പറയുന്നത്. മാത്രമല്ല, അത്രയധികം പ്രതീക്ഷ നമ്മളിൽ സമൂഹവും നമ്മുടെ പാരൻസും വെക്കുന്നുണ്ട്. ഈ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു വടക്കൻ കേരളത്തിലെ സുപ്രധാനമായ ഒരു ക്യാമ്പസിൽ നിന്ന് അതിൻ്റെ അധികാരികൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു സമയം തരാം, ഈ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളെയും നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചിരുത്തി തരാം, നിങ്ങളൊരു കാര്യം സംസാരിക്കണം. കാരണം ഇവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു, 90% കുട്ടികൾ മുസ്ലിങ്ങളാണ്, അതിൽ എസ്പെഷ്യലി ബോയ്സ് ആണ്. ആ ബോയ്സ് തന്നെ അതിലൊരു 70% 4 വർഷമാകുമ്പോഴേക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരു ഗുരുതരമായ സാഹചര്യമുണ്ട്. അവരെന്തിനാണ് കോളേജിലേക്ക് വന്നത്, എന്തിനാണ് അവർ പഠിക്കുന്നത് എന്ന് പോലും, പഠിച്ചിട്ട് എന്താണ് ആവേണ്ടത് എന്നത് പോലും അതുപോലും ഒരു കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം. സുഹൃത്തുക്കളെ, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മെ പഠിപ്പിക്കുന്നിടത്ത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളിലും ഒരു ഭൂരിഭാഗവും സർക്കാർ സ്ഥാപനങ്ങളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്നവരായിരിക്കും. 50 ലക്ഷവും ലക്ഷങ്ങൾ ചിലവഴിക്ക് പഠിക്കുന്നവരും, ആയിരങ്ങൾ ഫീസ് കൊടുത്ത് അതേ കോഴ്സുകൾ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും, ഗവൺമെൻറ്റോ സെൽഫോ എന്ന വ്യത്യാസത്തിനനുസരിച്ച് ഫീസിൽ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഒരേ കോഴ്സാണ്. നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മുടെ പാരൻസിൻ്റെ പൈസക്കപ്പുറത്ത്, അതിൻ്റെ ക്യാഷിനപ്പുറത്ത് ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട, പാടത്തും പറമ്പിലും വിയർത്ത് അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവൻ്റെ അവൻ്റെ പൈസ കൊണ്ടുകൂടിയാണ് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തോട് ചില ബാധ്യതയുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പഠിച്ച് നമ്മൾ ജോലി നേടി നമ്മുടെ കുടുംബത്തിനും നാടിനും ഉപകാരമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിൻ്റെ വിഷയത്തിൽ കൃത്യമായി നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകണം, സീരിയസ് ആയി അതിനെ സമീപിക്കണം. എല്ലാ നിലക്കും പ്രോഫ്കോണിൽ കിട്ടിയ എല്ലാ നന്മകളും എല്ലാ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് എല്ലാ തലത്തിലും റെസ്പോൺസിബിലിറ്റി നമ്മൾ ആ ഒരു ഉത്തരവാദിത്ത ബോധത്വം അത് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഒരു വിദ്യാർത്ഥിയായി മാറാൻ കഴിയണം. ക്യാമ്പസിലും വീട്ടിലും നാട്ടിലുമൊക്കെ നല്ല വിദ്യാർത്ഥികളായി മാറുക, അതാണ് പ്രോഫ്കോൺ. അതിനുവേണ്ടിയാണ് പ്രോഫ്കോൺ അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് മക്കളെ ക്യാമ്പസുകളിൽ സൃഷ്ടിക്കാൻ, ഇങ്ങനത്തെ ഒരുപാട് പ്രതീക്ഷകളിൽ മക്കളെ പറഞ്ഞയച്ച പാരൻസിന് അവർക്കുള്ള സമാധാനമാണ്. ഇങ്ങനത്തെ പ്രതീക്ഷയിൽ മക്കളെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി സമൂഹം അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്കുള്ള പരിഹാരമാണ് പ്രോഫ്കോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ 98 ദിവസത്തെ പ്രോഫ്കോൺ പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് സമാപിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒരുപാട് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ പ്രോഫ്കോണിൻ്റെ ഭാഗമായി നടന്നു. ക്യാമ്പസുകളിൽ കയറി ഇറങ്ങിയുള്ള ദഅവാ സ്ക്വാഡുകളും ക്യാമ്പസ് പ്രീസ് കോൺഫറൻസുകളും അങ്ങനെ ഒരുപാട് വൈവിധ്യമായ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ സംഗമിച്ച ഈ സമാപന സെഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലുടനീളം നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഹൈസെക്കുകൾ പൂർത്തീകരിച്ചാണ് ഡിസംബർ 2 നമ്മൾ പ്രോഫ്കോണിലേക്ക് നീങ്ങിയത്. പ്രോഫ്കോണും അതിൻ്റെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഒരു അവധിക്കാല പ്രവർത്തനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഒരുപാട് വെക്കേഷൻ ക്യാമ്പുകളും മോറൽ സ്കൂളുകളും തുടങ്ങി പ്രാദേശിക തലങ്ങളിൽ ബാലവേദി തലം മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുള്ള അവർക്കുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനിരിക്കുകയാണ്. അതേസമയം പ്രോഫ്കോൺ കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഈ പ്രോഫ്കോണിൻ്റെ തുടർച്ച അലയടിക്കേണ്ടത് നമ്മുടെ ക്യാമ്പസുകളിലാണ്. അതിനുവേണ്ടിയാണ് ഇതേ സമയത്ത് 23ാമത് പ്രോഫ്കോണിൽ ഒരു പുതുമയോടുകൂടെ ക്യാമ്പസിലെ അതിൻ്റെ ഭാരവാഹികളും ക്യാമ്പസിലെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവരും ഈ മുന്നിൽ നടക്കേണ്ടവരുമായ വലിയ ഒരു വിഭാഗത്തെ 3 ദിവസം മാറ്റി നിർത്തി ഈ ഹാളിൻ്റെ മുകളിലുള്ള റോയൽ ഹാളിൽ നമ്മൾ കൃത്യമായി ചിട്ടയായ ആസൂത്രണത്തോടുകൂടെ അത്തരത്തിൽ പ്രോഫ്കോൺ പ്ലസ്
പ്ലസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അവിടെ കൃത്യമായി നമ്മൾ ഇനിയുള്ള ക്യാമ്പസ് എന്ത് എന്നത് നിർവചിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ക്യാമ്പസിലേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്. ആ പദ്ധതികളെയാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. ആ പദ്ധതികൾ ഇവിടെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനോട് അണിചേർന്ന് നിൽക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ക്യാമ്പസിലെ നന്മയിൽ ധർമ്മബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പുതുതലമുറയെ നമുക്ക് അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി ഇടപെടുന്ന പുതിയ വിദ്യാർത്ഥി തലമുറയെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അതുപോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈദ് കിസ്വ പോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളും അതിൻ്റെ വ്യാപ്തിയും കാരണം അത് പറയാനുള്ള സമയക്കുറവ് കൊണ്ട് അത് പറയുന്നില്ല, ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മൾ പലരും നമ്മെ ആക്ഷേപിക്കാറുണ്ട്, നിങ്ങൾക്ക് അത്തരം പ്രവർത്തനങ്ങളില്ലേ എന്ന്. നമ്മൾ ആരും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാറില്ല. 10,000-കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് ഈദ് കിസ്വ നമ്മൾ കൊടുത്തിട്ട് ഒരു കുട്ടി പോലും ആരാണ് വാങ്ങിയത്, ആർക്കാണ് കൊടുത്തത് എന്ന് അറിയാത്ത വിധത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ വളരെ സുതാര്യമായാണ് ഓരോ പ്രവർത്തനവും നമ്മൾ നടത്തുന്നത്. ആ കുട്ടിക്ക് അവനൊരു പ്രയാസം ഉണ്ടാകരുത്, വാങ്ങിക്കൊടുത്ത വീട്ടിലെ ഗൃഹനാഥനൊരു പ്രയാസം ഉണ്ടാകരുത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ടെക്സ്റ്റൈൽസിൽ പോയി അവരിഷ്ടമുള്ള വസ്ത്രം വാങ്ങി അതിൻ്റെ കൂപ്പൺ നമ്മൾ കൊടുക്കും. ടെക്സ്റ്റൈൽസ് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യും. അവരോ കുട്ടിയോ കുടുംബമോ ഇത് നമ്മൾ വാങ്ങിത്തന്നതാണ് എന്ന് സംഘാടകൻ അറിയുന്നില്ല. ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സിട്ടാണ് കുട്ടി പോകുന്നത്, ഇത് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് കമ്മിറ്റിക്കാർക്ക് അറിയാൻ കഴിയില്ല. കുട്ടിക്ക് ഇതാര് വാങ്ങിയതാണെന്ന് അറിയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് അത്രയും വ്യവസ്ഥാപിതമായാണ് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യക്ഷേമ വിദ്യാർത്ഥിക്ഷേമ രംഗത്ത് നമുക്ക് പദ്ധതികളുണ്ട്, അക്കാദമിക് രംഗത്ത് നമുക്ക് പദ്ധതികളുണ്ട്. സമൂഹത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന നാളത്തെ ജനറേഷനെ, നാളത്തെ അതിൻ്റെ പ്രതീക്ഷയെ ധർമ്മബോധത്തോടെ ആദർശബോധത്തോടുകൂടെ വളർത്തിയെടുക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തി വരുന്നത്. അത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്ക്, തുടർച്ചയിലേക്കാണ് നമ്മൾ അവധിക്കാല റമദാൻ കാല പ്രവർത്തനങ്ങളുമായി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകുന്നത്. കേവലം ഒരു ആൾക്കൂട്ടമല്ല, വ്യക്തമായ ആദർശത്തോടുകൂടെ, കൃത്യമായ ആദർശവും മൻഹജും കണിശതയോടും കൂടെ പോകുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണും. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് മറുപടികളുമായി നമ്മൾ മനസ്സിലാക്കി ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്രയൊക്കെ സങ്കുചിത്വം വേണമോ, ഇങ്ങനെയൊക്കെ പറയണോ, ഇതൊക്കെ ഹലാലാണല്ലേ, ഇതൊക്കെ ഹറാമാണോ? ഹറാമായ പലതും ഹലാലാക്കുന്ന ഇസ്ലാമിൻ്റെ പേരിലുള്ള പല സംഘങ്ങളും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നിടത്ത് തന്നെയാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇത് ഹറാമാണ്, ഇതിൽ ഇന്ന കണിശമായ നിലപാട് നമ്മൾ സ്വീകരിക്കും, അതൊരിക്കലും തീവ്രതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കൃത്യമായി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമുകളെ ഹറാമായും ഹലാലുകളെ ഹലാലുകളായും കണിശത പുലർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഒരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ്ലാമോ അത്തരം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മനോഭാവം ആ വിഷയത്തിൽ നമുക്കുണ്ടാവില്ല. എന്നാൽ അതിരുവിട്ടുകൊണ്ട് ഇവിടെ വന്ന ചോദ്യങ്ങൾ നമുക്കറിയാം. ഇത്തരം ഒരു ചെറിയ സ്പാർക്ക് കയറുന്നതോടുകൂടെ പ്രൊഫ്കോണിലൂടെ കടന്നു വന്ന് ഒരു ചെറിയ സ്പാർക്ക് നമുക്ക് കിട്ടുമ്പോഴേക്ക് എല്ലാം ദീന്, ഇതൊന്നും പോരാ, ഇതിനേക്കാൾ കൂടുതലാണ്, ഇതൊന്നും അല്ല ദീന്, ഇതിൻ്റെ അപ്പുറത്താണ്, അതിർത്തികൾക്കപ്പുറം ഭേദിച്ചുകൊണ്ട് ആ ഒരു അതിവാദങ്ങളിലേക്കും തീവ്രതയിലേക്കും കടന്നു പോകുന്ന അതിനുമെതിരാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ക്യാമ്പസുകളിലും പ്രാദേശിക തലങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ആ മിതത്വമായ വസതിയായ മധ്യമമായ നിലപാടിലൂടെ നമ്മൾ പോകും. അതിൻ്റെ സുതാര്യത സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തും. ഒരുപാട് ആരോപണങ്ങൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാമുമായി ഇതിനു വേണ്ടി ക്യാമ്പസുകളിലേക്ക് കയറി ചെന്നപ്പോൾ പല തെറ്റിദ്ധരിപ്പിക്കലും ഉണ്ടായിരിക്കാം. നമുക്ക് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെയോ അത്തരം ഒരു സാഹചര്യമില്ല. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിൻ്റെ മണ്ണിൽ, ഇന്ത്യൻ മണ്ണിൽ തന്നെ സ്വാതന്ത്ര്യ സമരം മുതൽ ഓരോ ഘട്ടത്തിലും സമൂഹത്തിനോട് ഒപ്പം ചേർന്ന് ഇഴകിച്ചേർന്ന് പ്രവർത്തിച്ച കെ എം മൗലവി അടക്കമുള്ള മഹാരഥന്മാർ മുന്നോട്ട് നയിച്ച അതിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് ഒരു ഹിഡൻ അജണ്ടയില്ലാതെ കൃത്യമായ ആദർശത്തിലൂതിയ വ്യക്തമായ വ്യക്തതയോടുകൂടിയ ജീർണതയില്ലാതെ പിന്നെ അതുപോലെ തന്നെ തീവ്രതയില്ലാത്ത ഒരു സമീപനത്തോടുകൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതല്ലാതെ ആരെങ്കിലും കൊത്തിയിടുന്ന അജണ്ടകൾക്ക് പിറകെ പോകുന്നവരല്ല നമ്മൾ. കൃത്യമായ അജണ്ടകളുണ്ട് നമുക്ക്. ആ കൃത്യമായ അജണ്ടകൾക്കനുസരിച്ച് ചിട്ടയായ ആസൂത്രണങ്ങളുണ്ട്. കൃത്യമായ അജണ്ടയും ചിട്ടയായ ആസൂത്രണത്തോടുകൂടെ പ്രവർത്തനങ്ങളുമായി ഇൻഷാ അല്ലാഹ് ശക്തമായി ഇനിയും ഏറെ ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു യാത്രയിൽ ഇവിടെ സംഗമിച്ച ഓരോരുത്തരോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ക്യാമ്പസുകളിൽ നമുക്ക് കിട്ടിയ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ഈ ഒരു നന്മയുടെ മാർഗത്തിൽ സഹകരിച്ചുകൊണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനിതിനോട് ചേർന്ന് നിന്ന് ആ 4 വർഷം, ആ 5 വർഷം എനിക്ക് ആ ക്യാമ്പസിൽ പഠിക്കാൻ കിട്ടിയപ്പോൾ അവിടെ ചില നന്മകൾ തുടങ്ങിയിട്ടാണ്
അവിടുന്ന് പോന്നത് എന്ന് പറയാൻ കഴിയണം. 10,000 ഓൺലൈനിൽ ഇത് വീക്ഷിക്കുമ്പോൾ മുൻകാല പ്രൊഫ്കോണുകളിലേക്ക് പണിയെടുത്തവരും അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവരും ഇത് കേൾക്കുന്നുണ്ടാകും. അതുപോലെ അടുത്ത ഒരു പ്രൊഫ്കോണുകൾക്കപ്പുറത്ത് നമ്മളും ഇത് കേൾക്കുന്ന ഘട്ടം വരുമ്പോൾ, അതല്ലെങ്കിൽ പല പ്രൊഫ്കോണുകളിലും പങ്കെടുത്തവർ ഇന്ന് നമ്മോടൊപ്പമില്ല. കണ്ണൂർ പ്രൊഫ്കോണിൽ കൂടെ ഉണ്ടായിരുന്ന, ഇതിനു വേണ്ടി ഓടി നടന്ന ഈ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഉമേർ നമ്മുടെ കൂടെ ഇല്ല. അതുപോലെ പാലക്കാട് പ്രൊഫ്കോണിലേക്ക് ബസ് നിറയെ കുട്ടികൾ വന്ന അഫീഫ് അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കി, മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അവൻ്റെ നാട്ടിലേക്ക് ബസ് പുറപ്പെട്ടപ്പോഴാണ് അവൻ യാത്രയായി വേണ്ടി വന്നത്. അവിടെ വെച്ച് പടച്ചിറബ് ഒരു ആക്സിഡന്റിലൂടെ തിരിച്ചു വിളിച്ചത്. അപ്പോൾ 5 വർഷം പൂർത്തീകരിച്ച് 4 വർഷം പൂർത്തീകരിച്ച് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ആ 4 വർഷത്തെ കർമ്മനിരതമാക്കാനുള്ള, അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാനുള്ള, അവിടെ നന്മയുടെ മാർഗത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് നന്മയുടെ വാതിലുകളാണ് വിസ്ഡം സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിടുന്നത്. നിങ്ങൾക്ക് സഹകരിച്ച് നമുക്കൊരുമിച്ച് നാളെയുടെ ക്യാമ്പസിന് വേണ്ടി, നാളത്തെ ക്യാമ്പസിന്, നാളത്തെ തലമുറകളെ നല്ല വഴിക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് അണിചേർന്ന് മുന്നോട്ട് പോകാം. അതിന് എല്ലാവരും ഈ ഒരു നന്മയുടെ മാർഗത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.